Good morning, students. So, last class we studied about concentration technique. What is flotation technique? A flotation technique ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സോൾട്ട് ഫ്ലോട്ടേഷൻ ടെക്നിക്കാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിങ്ക് സൾഫേറ്റ് സെൻട്രിഫ്യൂഗൽ ഫ്ലോട്ടേഷൻ ടെക്നിക്കാണ്. സിങ്ക് സൾഫേറ്റ് സെൻട്രിഫ്യൂഗൽ ഫ്ലോട്ടേഷൻ ടെക്നിക്ക്. അപ്പോൾ നമ്മൾ ഫ്ലോട്ടേഷൻ ടെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഫ്ലോട്ടേഷൻ ടെക്നീക്കിൻ്റെ അഡ്വാൻറ്റേജസ് നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. എന്താണ് ഈ ഫ്ലോട്ടേഷൻ ടെക്നീക്ക് വഴി നമുക്ക് പാരസൈറ്റിക് എഗ്ഗും സിസ്റ്റും ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഇനി ഇൻ സിങ്ക് സൾഫേറ്റ് ഫ്ലോട്ടേഷൻ ടെക്നീക്ക് we are using a solution of zinc sulfate. The solution which we use has a specific gravity of 1.18 to 1.2 specific gravity ഉണ്ട്. അതായത് നമ്മൾ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ വാട്ടറിനേക്കാളും സ്പെസിഫിക് ഗ്രാവിറ്റി ഉള്ളൊരു സൊല്യൂഷനാണ്. സോ ദിസ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് സിങ്ക് സൾഫേറ്റ് ഇൻ വാട്ടർ. Now, coming to the procedure, make a suspension of the feces sample. നമ്മൾ സ്റ്റൂൾ സാമ്പിളിൽ നിന്ന് ഏകദേശം 1 gram സാമ്പിൾ എടുക്കുക. അതിനെ ഒരു 10 ml വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുകയാണ്. അതിൽ 10 ml പ്രിഫറബിളി നമുക്ക് ലൂക്ക് വാം വാട്ടർ അല്ലെങ്കിൽ നേരി ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. എനിവേസ് you can take about 10 ml of water and add 1 gram of the sample into it. Using a stick, you can mix the contents well. യൂണിഫോം സസ്പെൻഷൻ ആക്കാനായിട്ട് ശ്രമിക്കുക. എത്ര നമ്മൾ യൂണിഫോം സസ്പെൻഷൻ ആക്കാൻ നോക്കിയാലും ഫുൾ കണ്ടൻസ് അതിനകത്ത് ഡിസോൾവ് ആവില്ല. അപ്പോൾ ആ ലിക്വിഡ് ദറ്റ് മിക്സ്ചർ ഇറ്റ് ഈസ് സ്ട്രെയിൻഡ്, അഥവാ ഈ ലിക്വിഡ് മിക്സ്ചറിനെ നമ്മൾ സ്റ്റൂൾ സാമ്പിളിൻ്റെ മിക്സ്ചറിനെ നമ്മളൊരു വയർ അല്ലെങ്കിൽ ക്ലോത്ത് ഗോസിൽ കൂടെ, ക്ലോത്ത് ഗോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ കണ്ണിയുള്ള ഒരു എന്താ പറയുന്നത് ക്ലോത്തിനെയാണ് നമ്മൾ ഗോസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കാലൊക്കെ ബാൻഡേജ് ആവുകയാണെങ്കിൽ നമ്മൾ കെട്ടുന്നൊരു തുണിയുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഗോസ് എന്ന് വിളിക്കുന്നത്. ഇനി ഗോസ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് നേരത്തെ ഒരു തുണിയിലൂടെയോ അതുമല്ലെങ്കിൽ ഒരു ഫിൽറ്റർ, ഏതെങ്കിലും രീതിയിലുള്ളൊരു ഫിൽറ്റർ ഉപയോഗിച്ച് നമുക്ക് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാമ്പിൾ മിക്സ് ചെയ്ത വാട്ടറിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാവും. പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. സോ സാമ്പിൾ മിക്സ്ഡ് വിത്ത് വാട്ടർ, ഇറ്റ് ഈസ് സ്ട്രെയിൻഡ് ഓർ ഫിൽറ്റേർഡ് ത്രൂ എ ഗോസ്, ആൻഡ് whatever waste particle is there, it is present on the surface of the gauze and that can be removed. Now the liquid is transferred to a centrifuge tube. This liquid should be centrifuged. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സെൻട്രിഫ്യൂജ് ട്യൂബിലേക്ക് മാറ്റുകയാണ്. സെൻട്രിഫ്യൂജ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഒരു ഷേപ്പാണ് അതിനുണ്ടാവുന്നത്. അതിൻ്റെ ലോവർ പോർഷൻ കോണിക്കലായിരിക്കും. So it is transferred to a centrifuge tube, and this content, the total volume of the water നമ്മൾ 10 ml തന്നെ ആക്കുക. കുറച്ചൊക്കെ വെള്ളം പോയിട്ടുണ്ടെങ്കിൽ അത് റീഫിൽ ചെയ്ത് 10 ml തന്നെ ലിക്വിഡ് എടുക്കുക. So centrifuge this liquid at 2500 revolutions per minute for a time period of 1 minute. 1 minute ടൈം പീരീഡിൽ സെൻട്രിഫ്യൂജ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും കുറച്ച് വെള്ളം കലങ്ങിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നൗ ആ സെൻട്രിഫ്യൂജിൻ്റെ സൂപ്പർനേറ്റൻറ്റ്, അതായത് താഴെ സെഡിമെൻറ്റ് ചെയ്ത ഭാഗമല്ല, മേലിലുള്ള ഭാഗം ഇറ്റ് ഈസ് പോർഡ് ഓഫ്. അപ്പോൾ ആ ടെസ്റ്റ് ട്യൂബിലെ മേലത്തെ ഭാഗം നമ്മൾ ഒഴിച്ച് കളയുക. എന്നിട്ട് പിന്നെയും ലൂക്ക് വാം വാട്ടർ ഉപയോഗിച്ച് വെള്ളം ഒഴിച്ച് ആ ട്യൂബിലേക്ക് നിറയ്ക്കുക. എന്നിട്ട് ഒന്നും കൂടെ കണ്ടൻസ് മിക്സ് ചെയ്യുക. ഈ പ്രോസസ്സ് നമ്മൾ ഈ സൂപ്പർനേറ്റഡ് ലിക്വിഡ് ക്ലിയർ ആവുന്നത് വരെ, അല്ലെങ്കിൽ ഈ നമ്മുടെ ആ ലിക്വിഡിൻ്റെ കളർലെസ് ആവുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫീസസ് സാമ്പിളിൻ്റെ വേസ്റ്റ് കണ്ടൻറ്റ് അനുസരിച്ച് നമുക്ക് ചിലപ്പോൾ 3 അല്ലെങ്കിൽ 4 പ്രാവശ്യം ഇതേ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും.
So repeat this process, that is adding water, resuspending or making it into a mixture, and centrifuging, again decant or remove the whatever water is present. ഈ പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക until the liquid in our test tube is clear. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ട്യൂബിൽ ലിക്വിഡ് ഒരുമാതിരി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബിൻ്റെ മേൽഭാഗത്തു നിന്നുള്ള വെള്ളം ഒഴിച്ച് കളയുക. അവസാനത്തെ സ്റ്റെപ്പിൽ വി ആർ ആഡിങ് എ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ഓഫ് സ്പെസിഫിക് ഗ്രാവിറ്റി 1.18 to 1.2. അപ്പോൾ അവസാനത്തെ സ്റ്റേജിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ്. ആഫ്റ്റർ ആഡിങ് ദ സിങ്ക് സൾഫേറ്റ് we are centrifuging the sample at 2500 rpm for about 1 minute. ഇങ്ങനെ അവസാനത്തെ സ്റ്റേജ് വരെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ you will be getting a film like this. Okay. So after centrifuging with zinc sulfate, you will get a picture like this, where you will be getting the zinc sulfate solution. The materials or waste material will be sedimenting at the bottom, and on the surface you can see a film. അതായത് നേരത്തെ പാളി പോലെ നമുക്ക് പാരസൈറ്റിൻ്റെ എഗ്ഗ് സിസ്റ്റം ഒക്കെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് ഫ്ലോട്ടേഷൻ ടെക്നിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാരസൈറ്റിക് എഗ്ഗും സിസ്റ്റം ഒക്കെ സർഫസിലാണ് കാണപ്പെടുന്നത്. So using a wire loop, take out the surface film and transfer the contents to a glass slide. We can add a cover slip and observe this preparation in 40x or more if required. അപ്പോൾ 40xൽ നമുക്കിത് ഒബ്സർവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അതിനകത്ത് പാരസൈറ്റിൻ്റെ എഗ്ഗും സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. The advantage of zinc sulfate technique is that the zinc sulfate centrifugal flotation technique is useful for the recovery of most of the protozoan cyst and helminthic eggs. But at the same time, it has a disadvantage that large trematode eggs, trematode എന്ന് പറഞ്ഞാൽ ഫ്ലൂക്സ് ആണ്, നമ്മുടെ ലിവർ ഫ്ലൂക്ക്, ഷീപ്പ് ലിവർ ഫ്ലൂക്ക് പോലെയുള്ള ഓർഗാനിസംസിൻ്റെ എഗ്ഗിനെ നമുക്ക് ഈ മെത്തേഡ് വഴി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. സം ടേപ്പ് വർംസ് and infertile eggs of Ascaris lumbricoides. So these three types of eggs cannot be demonstrated by zinc sulfate technique. Let's also look at how the zinc sulfate solution is prepared. The zinc sulfate solution with a specific gravity of 1.18 is prepared by mixing 330 grams of dry zinc sulfate in 670 ml of distilled water. Okay. അപ്പോൾ നമ്മൾ 670 ml distilled water എടുത്തിട്ട് അതിനകത്ത് 330 gram zinc sulfate weigh ചെയ്യണം. എന്നിട്ട് അത് ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഡിസോൾവ് ചെയ്ത് കഴിയുമ്പോൾ zinc sulfate solution കിട്ടും. And using a hydrometer or a densitometer, we can adjust the specific gravity of the solution to 1.18 for accurate analysis. So this is about zinc sulfate flotation technique. Another type of flotation technique which we can use is the sugar flotation technique, or it is also called as the Sheether's sugar flotation technique. It is used for the detection of protozoa like Cryptosporidium. Cryptosporidium പോലത്തെ പ്രോട്ടോസോവൻ സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് Sheether's sugar flotation technique can be used. അതോടുകൂടി നമ്മൾ ഫ്ലോട്ടേഷൻ ടെക്നീക്ക് തീരുവാണ്. അടുത്തതായിട്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നത് സെഡിമെൻറ്റേഷൻ ടെക്നീക്സിലേക്കാണ്. സെഡിമെൻറ്റേഷൻ മെത്തേഡ്സ് അഥവാ സെഡിമെൻറ്റേഷൻ ടെക്നീക്സ്. So first let's look at what is the principle of sedimentation method. Sedimentation എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം അല്ലെങ്കിൽ കുറച്ച് ഇൻസോൾയുബിൾ ആയിട്ടുള്ളൊരു സോൾട്ടുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആദ്യം ആ സോൾട്ട് ആ ലിക്വിഡിൽ മുഴുവനായിട്ട് കാണപ്പെടും. പക്ഷേ കുറച്ച് നേരം നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സെറ്റിലിംഗ് അറ്റ് ദ ബോട്ടം. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെഡിമെൻറ്റേഷൻ മീൻസ് സെറ്റിലിംഗ്
at the bottom in response to gravity, okay, or because of gravity. ആ പ്രോസസ്സിനെയാണ് നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സെഡിമെൻറ്റേഷൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്: when a sample is mixed with a solution of low specific gravity than the parasitic egg and cyst, the egg and cyst will sediment at the bottom of the container. അപ്പോൾ ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മളൊരു പാരസൈറ്റിക് എഗ്ഗിനെയും സിസ്റ്റിനെയും വാട്ടറിനേക്കാളും അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റിനേക്കാളും ഒക്കെ ലൈറ്ററായിട്ടുള്ള, സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായിട്ടുള്ള ഒരു ലിക്വിഡായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ദീസ് എഗ് ആൻഡ് സിസ്റ്റ് വിൽ സെറ്റിൽ അറ്റ് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി അനുസരിച്ചിട്ടാണ് നമ്മൾ ഫ്ലോട്ട് സെഡിമെൻറ്റേഷൻ ടെക്നിക്ക് ഡിവൈസ് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ഫോർമോൾ ഈതർ sedimentation technique. So this is the most widely used technique called as the formal ether sedimentation technique or concentration technique. അപ്പോൾ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈതറാണ്. ഈതറിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. ഈതർ ഇസ് എ ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. ഈതർ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവാപ്പറേറ്റ് ചെയ്ത് പോവും. വളരെ കനം കുറഞ്ഞൊരു ലിക്വിഡാണ് ഈതർ. ഫ്ലെയിമബിളുമാണ്, കത്ത് പിടിക്കാനായിട്ട് സാധ്യതയുള്ളൊരു ലിക്വിഡാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഏകദേശം ഈ വാട്ടർ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം 3 ml ഈതർ ആഡ് ചെയ്യുന്നുണ്ട്. ആ 3 ml ഈതർ ആഡ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മുടെ എന്താ പറയുന്നത് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി വാട്ടറിനേക്കാളും അല്ലെങ്കിൽ എഗ്ഗിനേക്കാളും സിസ്റ്റിനേക്കാളും ഒക്കെ ഒത്തിരി താഴെയായിട്ട് മാറും. അപ്പം നമ്മൾ ഈ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്മിങ് ടു ദ പ്രൊസീജിയർ, ടേക്ക് അബൌട്ട് 1 to 2 grams ഓഫ് ഫീസസ് ഇൻ അബൌട്ട് 10 ml ഓഫ് വാട്ടർ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ആൻഡ് ഇവിടെ എഴുതിയിരിക്കുന്നത് allow the large particles or coarse particles to settle എന്നാണ്. അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റേ രീതിയിൽ തന്നെ സ്ട്രെയിൻ ചെയ്ത് നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 1 ml ഒരു 1 gram ഫീസസ് സാമ്പിളിനെ 10 ml വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് അതിലെ കോസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് അൺഡിസോൾവ്ഡ് വെജിറ്റേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇറ്റ് ഈസ് റിമൂവ്ഡ്. ആൻഡ് ടേക്ക് ദറ്റ് സൂപ്പർനേറ്റൻറ്റ് ആൻഡ് സെൻട്രിഫ്യൂജ് അറ്റ് 2500 revolution per minute for about 2 to 3 minutes. അങ്ങനെ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ അതിലെ കോഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വേസ്റ്റ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്ത് ആ ലിക്വിഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യും. സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിഞ്ഞിട്ട് സൂപ്പർനേറ്റൻറ്റ് അല്ലെങ്കിൽ മുകളിലുള്ള കുറച്ച് ലിക്വിഡ് ഡീക്യാൻ ചെയ്ത് കളയും. ദെൻ ആഫ്റ്റർ ഡീക്യാനിങ് ഓർ റിമൂവിങ് ദ സൂപ്പർനേറ്റൻറ്റ് ആഡ് 10% ഫോർമോൾ സലൈൻ. ഓക്കെ, ഫോർമോൾ സലൈൻ, ഫോർമോൾ എന്ന് പറഞ്ഞത് ഫോമാൽഡിഹൈഡ് ഇൻ സൊല്യൂഷനെയാണ്, അല്ലെങ്കിൽ ഫോമാൽഡിഹൈഡ് സൊല്യൂഷനെയാണ് നമ്മൾ ഫോർമോൾ എന്ന് പറയുന്നത്. ഇവിടെ ഫോർമോൾ സലൈനിൽ നമ്മൾ ഫൊമാൽഡിഹൈഡും സോഡിയം ക്ലോറൈഡും കൂടിയുള്ളൊരു സൊല്യൂഷനാണ് ഉണ്ടാക്കുന്നത്, വിച്ച് ഇസ് കോൾഡ് ആസ് ദി ഫോർമോൾ സലൈൻ. അപ്പോൾ നമ്മൾ ആ സെൻട്രിഫ്യൂജ് ചെയ്തെടുത്ത മെറ്റീരിയലിലേക്ക് 10% ഫോർമോൾ സലൈൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നു. So we are adding about 7 ml of formal saline there. Contents നന്നായിട്ട് മിക്സ് ചെയ്യുന്നു and it's allowed to stand for 10 minutes. After 10 minutes, 3 ml ether is added to this liquid. അപ്പോൾ നമുക്ക് ഏകദേശം 7 ml formal saline ഉണ്ട്, പിന്നെ 3 ml ether ഉണ്ട്. And after adding ether, mix well so that ഈ ether ലെയറും ഫോർമോൾ സലൈനും തമ്മിലുള്ള അല്ലെങ്കിൽ ആ രണ്ട് ലിക്വിഡ്സും തമ്മിൽ നന്നായിട്ട് മിക്സായി ഒരൊറ്റ സൊല്യൂഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യും. പക്ഷെ നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഈതർ ലെയർ ലൈറ്റർ ആയതുകൊണ്ട് അത് പിന്നെയും മുകളിലേക്ക് പോകും. സോ മിക്സ് വെൽ ആൻഡ് ദെൻ സെൻട്രിഫ്യൂജ് അറ്റ് 2500 RPM for 2 to 3 minutes. After you centrifuge the sample, as you can see in the picture, you will be getting 4 layers. ഏതൊക്കെയാണ് 4 layers? At the bottom there will be the sediment, then a formol layer or formalin layer ഉണ്ടാവും, then there will be a layer of debris and fat,
And on top of that you'll be getting the ethyl acetate or ether layer കിട്ടും. അപ്പോൾ നമ്മൾ ഈതർ ആഡ് ചെയ്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 4 വ്യത്യസ്തങ്ങളായ ലെയേഴ്സ് നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബിൽ കിട്ടും. എന്തുകൊണ്ടാണ് ഈ 4 ലെയേഴ്സും വ്യത്യസ്തമാവുന്നതെന്ന് ചോദിച്ചാൽ ആ ഡെൻസിറ്റി അനുസരിച്ചിട്ടാണ് അത് വ്യത്യാസപ്പെടുന്നത്. സോ അറ്റ് ദ ബോട്ടം മോസ്റ്റ് പാർട്ട് യു വിൽ ബി ഗെറ്റിംഗ് ദ സെഡിമെൻറ്റ്, ദെൻ ഓൺ ടോപ്പ് ദർ വിൽ ബി ഫോർമലിൻ, then or formol saline, then there will be the debris or fat material, and at the top you can get ether. Then carefully using a stick just touch the sides of the test tube. ആ sides of the test tube ലൊക്കെ ഉള്ള വസ്തുക്കളിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. അപ്പോൾ അതൊക്കെ വിട്ട് ഇതാക്കണം. എന്നിട്ട് ആ സൂപ്പർനേറ്റൻ്റ് ലെയർ ഫുള്ള് നമ്മൾ ഡീക്യാൻ ചെയ്ത് കളയുക. ഈ ഡീക്യാൻ ചെയ്തല്ല ഒഴിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും താഴെ ആ സെഡിമെൻറ്റ് പോർഷൻ ഉണ്ടാവും. അത് നമ്മളൊരു സ്റ്റിക്ക് എടുത്തിട്ട് ആ സെഡിമെൻറ്റ് പോർഷൻ കുത്തി ആ ടെസ്റ്റ് ട്യൂബിൽ നിന്ന് വെടിയിക്കുക. എന്നിട്ട് ആ മെറ്റീരിയൽ എടുത്ത് നമ്മൾ മൈക്രോസ്കോപ്പിൻ്റെ താഴെ വെച്ച് നോക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, സെൻട്രിഫ്യൂഗേഷന് ശേഷം 4 ലെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. മുകളിലത്തെ 3 ലെയർ നമ്മൾ ഒഴിച്ച് കളയുകയാണ്. ഏറ്റവും അവസാനത്തെ സെഡിമെൻറ്റ് ലെയർ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് കുത്തി, ആവശ്യമെങ്കിൽ ഒന്നൊരു ഡ്രോപ്പ് ഓഫ് ഫ്ലൂയിഡ് ഉപയോഗിക്കാം, സലൈൻ എന്തെങ്കിലും, എന്നിട്ട് ദാറ്റ് ഈസ് ടേക്കൺ ആൻഡ് ഒബ്സാമിൻഡ് അണ്ടർ ആസ് വെറ്റ് മൈൻഡ് ഓർ യു ക്യാൻ ഓൾസോ യൂസ് ദിസ് അയോഡിൻ പ്രിപ്പറേഷൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ യു ക്യാൻ ഒബ്സർവ് ദ helminthic eggs and protozoan cyst can be seen by this method. So now let's look at the advantages of formol ether sedimentation technique. So this formol ether method can be used for concentration of stool sample for demonstration of worms, their eggs like roundworms, tapeworms, schistosomes and other fluke eggs, larvae, protozoan cyst, etc. And you can use either the formol ether method. ഇപ്പോൾ ഫോർമോളിലെ ഈതർ വളരെ വോളറ്റൈലും പലപ്പോഴും എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോർമലിൻ്റെ കൂടെ ഈഥൈൽ അസിറ്റേറ്റ് ഉപയോഗിച്ച് ഇതേ പ്രോസസ്സ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫോർമോൾ ഈതർ മെത്തേഡ് അല്ലെങ്കിൽ ഫോർമോൾ ഈഥൈൽ അസിറ്റേറ്റ് മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ദി അഡ്വാൻറ്റേജസ് ഓഫ് ദിസ് ടെക്നീക്ക് ഇൻക്ലൂഡ് ഇറ്റ്സ് എ ഹൈലി സ്പീഡി ടെക്നിക്കാണ്. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെൻട്രിഫ്യൂഗേഷൻ, ഡീകാൻറ്റേഷൻ ഒന്നുമില്ല. സോ ഇറ്റ് ഇസ് കംപ്ലീറ്റഡ് വിത്തിൻ 5 minutes. It's broad spectrum, which means it can be used to recover most of the ova, cyst and larvae. And the morphology of the parasite is retained or it is preserved. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം നമുക്ക് ഫോർമോൾ അഥവാ ഫോർമലിൻ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പ്രിസർവേറ്റീവും സ്റ്റൂൾ പ്രിസർവേറ്റീവാണ്. അത് സ്റ്റൂളിലെ ഇത്തരം ഓവയുടെ സിസ്റ്റിൻ്റെയും അനാറ്റമിക്കൽ സ്ട്രക്ചർ പ്രിസർവ് ചെയ്യുന്നുണ്ട്. Disadvantages is you'll require several pieces of apparatus and it's cumbersome or നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് നമ്മൾ ഫ്ലോട്ടേഷൻ ടെക്നീക്കിനെ പോലെ ഡെബ്രി മുഴുവനായിട്ട് റിമൂവ് ചെയ്യുന്നില്ല. സോ ദ പ്രിപ്പറേഷൻ വിൽ കണ്ടെയ്ൻ സം എമൗണ്ട് ഓഫ് ഡെബ്രി. ഈതർ ഇസ് ഫ്ലെയിമബിൾ ആൻഡ് ഫോർമാലിൻ ഇസ് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിനെയും ഐസിനെയൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്നൊരു കെമിക്കലാണ് ഫോർമാൽഡിഹൈഡ്. ആൻഡ് ഇറ്റ്സ് എ കാർസിനോജൻ ഓൾസോ. അപ്പോൾ അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിലൊരു റിസ്ക് ഉണ്ട്. ആൻഡ് ദി ഹൈമനോലെപ്പിസ് ആൻഡ് ഫാഷ്യോള സ്പീഷീസ്. ഹൈമനോലെപ്പിസ് ഇസ് എ ടേപ്പ്വർം ആൻഡ് ഫാഷ്യോള ഈസ് അഗൈൻ എ ഫ്ലൂക്കാണ്. അപ്പോൾ ഇത് രണ്ടിനെയും നമുക്ക് ഈ മെത്തേഡ് വഴി ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദി നെക്സ്റ്റ് സെഡിമെൻറ്റേഷൻ ടെക്നീക്ക് ഇപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു സെഡിമെൻറ്റേഷൻ ടെക്നീക്കാണ്. എന്നാലും നമുക്ക് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു പോയേക്കാം. ബിക്കോസ് സെഡിമെൻറ്റേഷൻ ഓർ ദിസ് കോൺസെൻട്രേഷൻ ടെക്നീക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു മെത്തേഡായതുകൊണ്ട്. ദ നെക്സ്റ്റ് സെഡിമെൻറ്റേഷൻ ടെക്നീക്ക് ഈസ് ആസിഡ് ഈതർ സെഡിമെൻറ്റേഷൻ ടെക്നീക്ക്. In this method what we are doing is we are mixing 1 gram of feces
with about 3 ml of 15% hydrochloric acid. So we are mixing the feces sample with 15% hydrochloric acid solution. Then you're adding adding additional, or to complete out, ആദ്യം ഒരു 3 ml ആഡ് ചെയ്യും, പിന്നെ ഒരു 6 ml hydrochloric acid അതിലേക്ക് ആഡ് ചെയ്യും. Now we can strain the contents and remove the debris. Centrifuge this preparation, and if there is some centrifugation tube fill ചെയ്യാനായിട്ടുള്ള കണ്ടൻറ്റ് അതിനകത്ത് ഇല്ലെങ്കിൽ you can add distilled water into it. After centrifugation, add about 4 ml of ether and shake well. Centrifuge the tube at 2 to 3 minutes at 15 rpm, and you can decant the liquid and observe the sediment. അപ്പോൾ നമ്മുടെ ഈ മെത്തേഡ് സെയിം ആസ് ഫോർമോളിതർ മെത്തേഡ് തന്നെയാണ്. ഇവിടെ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്? ആകെയുള്ള വ്യത്യാസം, ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ഫോർമോൾ സലൈൻ വി ആർ യൂസിങ് 15% ഹൈഡ്രോക്ലോറിക് ആസിഡ്, ആൻഡ് വി ഹവ് ആഡഡ് ആൻ അഡീഷണൽ ഒരു സ്ട്രെയിനിങ് ടെക്നീക്ക് അല്ലെങ്കിൽ ഒരു ഫിൽട്രേഷൻ സ്റ്റെപ്പ് കൂടെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റേത് പഠിച്ചിട്ട് അതേ പ്രൊസീജിയർ തന്നെ ഇവിടെ എഴുതിയാലും മതി. ഇൻസ്റ്റെഡ് ഓഫ് ആഡിങ് ഫോർമോൾ സലൈൻ യു ക്യാൻ ആഡ് ദറ്റ് ഈസ് 15% ആസിഡ് ഉപയോഗിക്കുക, പ്ലസ് ദീസ് കണ്ടൻസ്, അല്ലെങ്കിൽ ഇത് കണ്ടൻസ് എന്താ പറയുന്നത്, നമുക്കൊന്ന് നമ്മുടെ ഡെബ്രിയുടെ അളവ് കുറയ്ക്കാനായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഫിൽറ്റർ കൂടെ ചെയ്താൽ പ്രോസസ്സ് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. The last concentration technique is called as the Behrman concentration technique. It's a method used for showing strongyloides larvae. Strongyloides larvae can demonstrate ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. So in this apparatus, or in this method, we are using a funnel apparatus. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു apparatus ആണ് funnel apparatus, and we are feeding the fresh specimen, and you can collect the larvae of strongyloides from the funnel. അപ്പോൾ ഇതിന് തുല്യമായിട്ടുള്ള എഗ് ഹാച്ചിങ് മെത്തേഡ്സ് നമ്മൾ വേറെ പഠിക്കുന്നുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് മെൻഷൻ ദാറ്റ് വി ആർ ഓൾസോ യൂസിങ് എ ബെയർമാൻ കോൺസെൻട്രേഷൻ ടെക്നീക്ക് സ്പെസിഫിക്കലി ഫോർ സ്ട്രോങ്കൈലോയിഡസ് ലാർവ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ കോൺസെൻട്രേഷൻ ടെക്നീക്സ് ഫോർ സ്റ്റൂൾ അവസാനിക്കുകയാണ്. ഇറ്റ്സ് കോമൺ ആയിട്ട് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്.